പുന്നമടയുടെ ഓളങ്ങളെ കീറിമുറിച്ച ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ മുത്തമിട്ടു. ആവേശം അലതല്ലിയ മത്സരത്തിൽ 4 മിനിറ്റ് 29 സെക്കൻഡുകൾക്കാണ് ഒന്നാമതെത്തിയത്. മാറ്റിവെച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ വർഷം തന്നെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാവിലെ മുതൽ പുന്നമടക്കായലിന്റെ ഇരുകരകളിലേക്കും ഒഴുകിയെത്തിയ കാണികൾ നൽകിയ പിന്തുണയാണ് ഓരോ ടീമിന്റെയും വിജയത്തിന് പിന്നിലെ ഘടകം. തങ്ങളുടെ ഇഷ്ട ടീമിനെ കൈ മെയ് മറന്ന് പിന്തുണയ്ക്കുകയായിരുന്നു ഓരോ കാണിയും. പ്രാഥമിക മത്സരങ്ങളിൽ തുഴയെറിഞ്ഞ് മുന്നേറിയപ്പോൾ തന്നെ കാരിച്ചാൽ കുതിപ്പ് നെഹ്റു ട്രോഫി ലക്ഷ്യമിട്ടായിരുന്നു എന്ന് കാഴ്ചക്കാർ കരുതിയിരുന്നു. തുടക്കം മുതൽ ലക്ഷ്യം കടക്കും വരെ ഒരേ താളം പകർന്നാണ് നെഹ്റു ട്രോഫി 16ാം തവണയെടുത്തത്. നേരിയ വ്യത്യാസത്തിൽ BBC കൈനകരി തുഴഞ്ഞ വിയപുരം 2ാമതും കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം 3ാമതും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ 4ാമതുമെത്തി. വള്ളംകളി പ്രേമികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് വിനോദസഞ്ചാര മന്ത്രി പറഞ്ഞു. ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിന്റെ ആകെ ലോകത്തെ അറിയിക്കുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് നമുക്കറിയാം. കേരളം ലോകത്തിന് മുമ്പാകെ തുറന്നു വെച്ച ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ലൂസേഴ്സ് ഫൈനലിൽ തലവടി ചുണ്ടനും 2ാം ലൂസേഴ്സ് ഫൈനലിൽ വലിയ ദിവാഞ്ചിയും 3ാം ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് പണ്ടിയും ഒന്നാമതെത്തി. മാറ്റിവെച്ച വള്ളംകളിക്ക് ഒട്ടും മാറ്റുകുറയാത്ത ആവേശമായിരുന്നു പുന്നമടക്കായലിൽ അലതല്ലിയ ആവേശം. ലിജോ റോളൻസിനും ഫൈസൽ നീർക്കുന്നത്തിനും രതീഷ് കുമാറിനുമൊപ്പം പുന്നമടയിൽ നിന്നും ഷൈജു, മീഡിയ 1.